ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് റെപ്കോയിലെ തൊഴിലാളികൾ നടന്ന സമരം 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. റെപ്കോ നഷ്ടത്തിലായത് എങ്ങനെയെന്ന് മാനേജ്മെൻറ്റ് വിശദീകരിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ്. ആ മാർക്കറ്റ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഈ സ്ഥാപനത്തിൻ്റെ മാർക്കറ്റ് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതാണ് ഞങ്ങൾക്കും അറിയേണ്ട ഒരു ചോദ്യം. ഇവർ പറയുന്നത് GST വന്നതിന് ശേഷമാണ് ഇവരുടെ കാരണം പറയുന്നത് GST കൊണ്ടാണെന്നൊക്കെ. പക്ഷേ അതൊന്നും അല്ലെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നല്ല രീതിയിൽ എവിടെ ചെന്നാലും റെപ്കോയ്ക്ക് നല്ലൊരു രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം. അതേസമയം ഞങ്ങളെ സംബന്ധിച്ച് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം. നമ്മൾ പടുത്തുയർത്തിയ ഒരു സ്ഥാപനം ഇങ്ങനെ കൊമ്പ് കുത്തുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെയാണ് ഞാനൊക്കെ ഇങ്ങനെ പ്രതികരിക്കാൻ ഇറങ്ങിയത്, അല്ലെ ഒരിക്കലും ഇറങ്ങുന്നതല്ല. കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങളും വിവരങ്ങളും. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റെപ്കോയിൽ, പ്രത്യേകിച്ചും CPM നിയന്ത്രിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ്, അവിടെ ഈ സമരം ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. കഴിഞ്ഞ നവംബർ മുതലുള്ള ശമ്പളമാണ് ഇവർക്ക് ലഭിക്കാത്തത്. ഒപ്പം തന്നെ പല ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചിരിക്കുന്നത്. അതായത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ്, അത് പെട്ടെന്ന് പൊടുന്നനെ മൂക്കുകുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഈ ശമ്പളം മുടങ്ങിയതടക്കമുള്ള വിഷയങ്ങളിൽ മാനേജ്മെന്റിനോട് വിശദീകരണം തൊഴിലാളികൾ ചോദിച്ചിരുന്നു. എന്താണ് ഇങ്ങനെ ശമ്പളം മുടങ്ങുന്നതിന് കാരണം? നല്ല രീതിയിലല്ലേ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, നല്ല ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥാപനമല്ലേ? പക്ഷേ നിലവിൽ മാർക്കറ്റ് ഡള്ളാണ്, മാർക്കറ്റ് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് മാനേജ്മെന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൊഴിലാളികൾ വലിയ അത്ഭുതത്തോടെ നോക്കുന്നത്. ഇത്ര നിലവാരമുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഉണ്ടായിരുന്ന, വിദേശത്തേക്ക് പോലും കയറ്റി അയക്കുന്നതടക്കമുള്ള ജോലികൾ നടന്നിരുന്ന ഒരു സ്ഥാപനമാണ് ഈ റെപ്കോ എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത്. മാർക്കറ്റിലുണ്ടായ ഇടിവ് എന്ന് പറയുമ്പോൾ പോലും ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്നുള്ള ഒരു ആശങ്ക പോലും തൊഴിലാളികൾക്കുണ്ട്. സ്വകാര്യ കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഇടിവ്, മാർക്കറ്റിൽ വിപണിയില്ല എന്നൊക്കെ പറയുന്നത് എന്നുള്ള സംശയം പോലും മുന്നോട്ട് വെക്കുന്നു തൊഴിലാളികൾ. എന്തായാലും ഈ വിഷയത്തിൽ ഉടനടി ഇടപെടാമെന്ന് മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ ഇന്നലെ പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നം കൂടുതൽ നീട്ടിക്കൊണ്ട് പോകരുത് എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ 2-3 മാസത്തെ ശമ്പളം മുടങ്ങിയിട്ടുണ്ട്. നവകേരള സദസ്സിൽ ഈ വിഷയം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ അവിടെയും ഒരു പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഒരു സമരവുമായി, ഒരു പ്രത്യക്ഷ സമരവുമായി ഈ കമ്പനിക്ക് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് സ്ത്രീകളടക്കമുള്ള ആളുകൾ സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. CPMന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ആകെയുള്ള ഒരു തൊഴിലാളി സംഘടന എന്ന് പറയുന്നത് CITU മാത്രമാണ്. CITU അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾ തന്നെയാണ് ഇപ്പോൾ ഈ സമരത്തിനും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനം അത് നഷ്ടത്തിലേക്ക് പോകുന്നു. തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു ഇടപെടൽ അടിയന്തരമായി ഇവിടെ വേണമെന്നാണ് ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. SKN. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിൻ്റെ കാര്യം ഒരുപാട് സംശയങ്ങൾ ബാക്കിയാകുന്നുവെന്ന് ഡോക്ടർ വന്ദനയുടെ അച്ഛൻ മോഹൻദാസ് എന്നോട് 2-3 തവണ പറഞ്ഞു. ഇന്നും അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ സംസാരിച്ചു. ഇന്ന് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് കുറേ സംശയങ്ങളുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി നിലനിൽക്കെ എന്താണ് പരിക്കേറ്റ മകളെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയായ വിജയ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് എന്നൊക്കെ പല സംശയങ്ങളും അദ്ദേഹത്തിന് ചോദിക്കുന്നു. പിതാവ് എന്നുള്ള നിലയിൽ വന്ദനയുടെ അമ്മയും വല്ലാത്ത ദുഃഖത്തിലാണ് അവർ. ഇവരുടെ കണ്ണീരൊപ്പാൻ കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ജിനീഷ് ജോൺ മാമ്പള്ളി പറയുന്നു, SKN സംസ്ഥാന സമ്മേളനത്തിൻ്റെ വിളി വന്നു, 24 എന്നും കാത്തിരിക്കുകയാണ്. സന്തോഷം. ജനാർദ്ദൻ നായർ പറയുന്നത്, താങ്കൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞു. പക്ഷേ അവിടെയും കണ്ടില്ലല്ലോ. എന്നെ ജനാർദ്ദൻ നായർ അവിടെ അട്രാക്ഷൻ നില വധൂവരന്മാരായിരുന്നു. പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഗോപിയായിരുന്നു. പിന്നെ ഒരുപാട് താരങ്ങളും. അവയ്ക്കിടയിലൂടെ ഊർന്ന് ഞാൻ കല്യാണത്തിന് പോയി ഇങ്ങനെ മടങ്ങിപ്പോന്നു. അപ്പം വധൂവരന്മാർക്കുള്ളൊരു ദിവസമല്ലേ അത്. അവിടെ നമ്മളെന്തിനാണ് പോയി തിളങ്ങാൻ പോകുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.